ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മളുടെ മാന്ത്രിക പരിശീലനത്തിൻ്റെ 7ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളെ പുറത്ത് കളയാനുള്ള വഴിയാണ്. അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മൾ എങ്ങനെയാണ് കളയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്ക് കറണ്ട് പ്രോബ്ലത്തിൽ നിന്ന് അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നത് എന്നിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ എഴുതാവുന്നതാണ്. അത് നിങ്ങളുടെ ഹെൽത്തിനെ പറ്റിയിട്ടോ നിങ്ങളുടെ റിലേഷനെ പറ്റിയിട്ടോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏതെങ്കിലും 10 അനുഗ്രഹങ്ങൾ എഴുതാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ, ഒന്നുകിൽ നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതാവാം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ നിങ്ങളൊന്ന് തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നതായിക്കോട്ടെ, എന്ത് സാഹചര്യമായിക്കോട്ടെ ആ സാഹചര്യം എന്താണെന്നുള്ളത് എഴുതുക. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഞാനൊരു എക്സാമ്പിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങളും നിങ്ങളുടെ അച്ഛനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നിൽക്കുവാണ്. എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് എക്സിറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ആ ഒരു നിഷേധാത്മക ചിന്തയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് പുറത്തു വരുന്നത് എന്നിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതാവുന്നതാണ്. അപ്പം വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിട്ട്, എൻ്റെ ബന്ധങ്ങളിൽ അധികവും വളരെ നല്ലതാണെന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. എൻ്റെ അച്ഛന് ലഭിക്കാതിരുന്ന മികച്ച വിദ്യാഭ്യാസം എനിക്ക് നേടിത്തന്നതിന് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം ആണ് കാരണം. അതിന് ഞാൻ നന്ദിയുള്ളവനാണ്. എൻ്റെ ബാല്യകാലത്ത് കുടുംബം പുലർത്തിയിരുന്ന അച്ഛനോട് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ബാസ്ക്കറ്റ്ബോൾ, അതായത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കളി അതിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഴുതാവുന്നതാണ്. അച്ഛൻ എന്നെ സംരക്ഷിക്കുന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. എൻ്റെ മക്കളെ കൂടുതലായി സ്നേഹിക്കുന്നതിനും അവരോട് സഹാനുഭൂതി പുലർത്തുന്നതിനും എനിക്ക് കഴിഞ്ഞു എന്നതിനാൽ അച്ഛനോട് ഞാൻ നന്ദിയുള്ളവനാണ്. സന്തുഷ്ടിയും ആത്മവിശ്വാസവുമുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ പ്രോത്സാഹനം തന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്. അച്ഛനൊപ്പം ചിരിക്കാൻ പറ്റുന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. കാരണം അച്ഛനില്ലാത്തവർക്ക് ഒരിക്കലും അതിന് കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. അച്ഛൻ മരിച്ചു പോയവർക്ക് ഇനി അതിനൊരു അവസരം ലഭിക്കുകയും ഇല്ല. എനിക്ക് ഒരു അച്ഛനുണ്ടെന്നതിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. മോശം സമയങ്ങളിലും ചില നല്ല സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി അച്ഛനുമൊപ്പം കൂടുതൽ നല്ല സമയങ്ങളുണ്ടാവും. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഹൃദയത്തിൽ തൊട്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ ഒരു ഷിഫ്റ്റിംഗ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു ബന്ധം പൂർവാധികം ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ പ്രകൃതി ഒരുക്കിത്തരും. സോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ജോലി ഇല്ലാതിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെട്ടു എങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വിശ്രമം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയങ്ങൾ ചിലവഴിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു തൊഴിൽ രഹിതനായിരിക്കുന്നത് എന്നതിൽ സത്യസന്ധമായും ഞാൻ നന്ദിയുള്ളവനാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം ധാരാളം സമയം ലഭിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ഒരു ചിട്ട കൊണ്ടുവരാനായി എന്നതിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഓരോ സെൻറ്റൻസും നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുന്നതിനുള്ള രീതിയിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ മാറ്റി എഴുതണം. പിന്നെ ജോലിക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കാനും എനിക്ക് കഴിയും. എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടെന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. എൻ്റെ കുടുംബത്തിൻ്റെ പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും ഞാൻ നന്ദിയുള്ളവനാണ്. എനിക്ക് വിശ്രമം ആവശ്യമായിരുന്നു, അപ്പോൾ അത് ലഭിച്ചതിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഒരു ജോലി എനിക്ക് എന്തായിരുന്നുവെന്ന് അത് നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുവരെ എനിക്കത് മനസ്സിലായിരുന്നില്ല. ആ ഉൾക്കാഴ്ചയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. അപ്പം ഈ ഒരു കാര്യങ്ങൾ അനുസരിച്ച് നമ്മളുടെ കറണ്ട് റിയാലിറ്റി അങ്ങ് മാറുകയാണ്, നമ്മളുടെ ചിന്തകൾ മാറുന്നതനുസരിച്ചിട്ട്. അപ്പം നമ്മുടെ അന്തരംഗത്തിൽ ഒരു പരിവർത്തനം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ബാഹ്യമായിട്ടുള്ള ലോകത്തായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഉള്ള റിയാലിറ്റിക്കകത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതൊക്കെ നല്ല ടാസ്ക്കാണ്. ഇതൊന്നും വളരെ എളുപ്പത്തിൽ ഒറ്റയ്ക്കൊന്നും ചെയ്ത് നമുക്ക് നോർമലി ആയിട്ടൊരു മനുഷ്യരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷനെ പറ്റിയിട്ട് വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ പ്രശ്നത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടത്തില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇല്ലാതെ പ്രകൃതി നമുക്ക് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഒരുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്നിട്ടുള്ള രീതിയിൽ അതിനെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ നിന്ന് പഠിച്ചത്, എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവരിതുവരെ നമുക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പൈസ ആണെങ്കിൽ പൈസ, ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത്, അത് റിലേറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണോ നന്ദി പറയാൻ സാധിക്കുന്നത്
കാണിക്കുന്നത്, അതിനെ നമ്മൾ കറണ്ട് റിയാലിറ്റി ഇരുന്ന് ആ പ്രശ്നത്തിൽ നിന്ന് ചിന്തിക്കാതെ അത് ഉണ്ടായിരുന്ന സമയത്ത്, ശരിക്കും പറഞ്ഞാൽ ഒരു കാറിൻ്റെ കാര്യമാണെങ്കിലും കാറ് ഉള്ളപ്പോൾ നമ്മളതിന് നന്ദി പറയത്തില്ല, വഴിയിൽ കേടായി കിടക്കുമ്പോഴായിരിക്കും അതിനെ പറ്റിയിട്ട് ചോദ്യം ആലോചിക്കുന്നത് അല്ലേ. ശരിക്കും നമുക്ക് ആരോഗ്യം ഉള്ളപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ഓർക്കാറില്ല. ഒരു കൈ മുറിയുകയോ കാല് മുറിയുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും ആ കൈയുടെയും കാലിൻ്റെയും ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെയും ബലകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെയാണ് നമ്മളെല്ലാ ദിവസവും ശരിക്കും നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിഞ്ഞു മാറാൻ തുടങ്ങും. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക, ഇന്നത്തെ ദിവസം നിങ്ങൾ യാതൊരുവിധ, ഇപ്പോൾ ഇന്ന് ഞാൻ ടാസ്ക് പറയുന്നത് നാളെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാസ്ക് തലേദിവസത്തെ തരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ആരെ പറ്റിയിട്ടുള്ള കംപ്ലൈൻറ്റുകളും ആരെ പറ്റിയിട്ടുള്ള ദുഷിപ്പുകളും അസൂയയും ഒന്നും മനസ്സിൽ പോലും വിചാരിക്കത്തില്ല. മാക്സിമം അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ക്യാൻസലോ കട്ടോ ഒക്കെ പറഞ്ഞ് നിങ്ങളതിനെ ഡിലീറ്റ് ചെയ്യുക, ആ ഒരു തോട്ട്സിനെ. അതിനുശേഷം നല്ല കാര്യങ്ങൾ അതിന് പൂരകമായിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ. അതായത് ഇന്ന് ഒറ്റ ഒരു ദിവസമെങ്കിലും നിങ്ങൾ നെഗറ്റീവായിട്ട് ആൾക്കാരെ പറ്റിയിട്ട് പറയുന്നതോ ചിന്തിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ഇട്ട് നോക്കണം. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അബൻഡൻസിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത്. നമ്മൾ സ്വയം പരിവർത്തനം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് നാളത്തേക്ക് മാത്രമേ അതൊക്കെ പ്രാക്ടീസ് ആവത്തുള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മൾ വെറുതെ ഒരു അലൈൻമെൻറ്റ് സ്റ്റേജിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആന്തരികമായിട്ടുള്ള രംഗങ്ങൾ എന്തായിട്ട് മാറണം, അത് പ്യുവർ കോൺഷ്യസിലേക്ക് മാറണം. എന്നാൽ മാത്രമേ ആ ഒരു ഔട്ട്പുട്ട് റിസൾട്ട് 100% നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഭവങ്ങളും എല്ലാം മാറി ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക്